പറയും ബാക്കി ഇച്ചിരി ഹെഡ് വെയിറ്റ് ആണ്, ചില ഒളിപ്പ് കുറെ കാശൊക്കെ ആയി പോയി, ചില ആളുകൾ എലിച്ച് തലക്കനം ആയിക്കോട്ടെ. ഇപ്പൊ അന്തരീക്ഷം പൊടി പിടിച്ചു കിടക്കുക. ഇപ്പൊ നമ്മുടെ വിചാരം നമ്മൾ കുതിരപ്പുറത്താണ്, പൊടിയൊക്കെ താഴട്ടെ, അന്തരീക്ഷം വെളിക്കട്ടെ, അപ്പൊ അറിയാം അപാരസും തകർത്തിരിക്കാം ഹിമാറു കുതിരപ്പുറത്താണോ കഴുതപ്പുറത്താണോ നമ്മൾ ഇരുന്നാണ്. നമുക്കെന്തിനാണ്? അതൊരു മീസാൻ എന്ന ത്രാസിന്റെ ഭാരമല്ലേ. അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. എന്നെ കൈതോടുകാർക്ക് നന്നായിട്ട് അറിയുമെന്നറിയില്ല, പക്ഷെ കൈതോട് ബേക്കറി എനിക്ക് നന്നായിട്ട് അറിയില്ല. അറിയില്ല, നിങ്ങൾക്ക് എന്നെ അറിയില്ല. നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ വിളിച്ചുണ്ടാവുമ്പോൾ ബാക്കി അറിയാവുള്ളൂ. ഞാൻ 18 വർഷം മുമ്പ് പൂന്തറ അറബി കോളേജിലെ ഹാഫിളായി ഞാൻ അവിടെ 1ാം ക്ലാസ്സിൽ പഠിക്കുക. അവാമിലിടും മീശ പൊടിച്ചിട്ടില്ല. എന്റെ ഉസ്താദ് പി കെ കോയ ഉസ്താദിന് അള്ളാഹു ഖബറിടം വിശാലമാക്കി കിടക്കട്ടെ. എന്റെ ഉസ്താദ് മരിച്ചു കിടന്നപ്പോഴാണ് പള്ളിയിലെ സെക്രട്ടറി പറഞ്ഞത്, കോയ ഉസ്താദിന്റെ മയ്യത്ത് കണ്ടപ്പോൾ എനിക്ക് മരിക്കണമെന്ന് കൊതി തോന്നിപ്പോയി. അങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ വളരെ കുറവാണ്. എന്റെ ഉസ്താദിന്റെ മയ്യത്തിന് അനുശോചനം തോട്ടക്കാട്ടുകാരുടെ പ്രസിഡന്റ് പറഞ്ഞു, കോയ ഉസ്താദിന്റെ മയ്യത്ത് കണ്ടപ്പോൾ എനിക്ക് മരിക്കാൻ കൊതി തോന്നിപ്പോയി. ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട്, അപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കൊതിയാവും. പൂന്തറ കോളേജിന് വലിയ വരുമാനമൊന്നുമില്ല. അപ്പോ ഉസ്താദ് എല്ലാ വർഷവും കലണ്ടർ അടിക്കും. വിൽക്കാൻ വേണ്ടി മുത്തലിങ്ങൾ പറഞ്ഞു. ഞാനും എന്നൊരു സുഹൃത്തുണ്ടോ വട്ടപ്പാറ മനുഷ്യ, നിങ്ങളുടെ മടങ്ങുകാരൻ, ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നു. വേക്കൽ പള്ളി വലിയ സമ്പന്നരുടെ പള്ളിയാണെന്നാകട്ടെ, അന്ന് ആദ്യമായിട്ട് ഞാൻ വേക്കപ്പള്ളിയിൽ പള്ളിക്ക് എന്റെ ദറസിൽ എനിക്കിടക്കുള്ള കുട്ടികൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ഒരു ജുമൈക്കുമ്പ് പ്രസംഗിച്ചു. രക്ഷ കലണ്ടൂക്കര സംഭവം നടക്കുന്നത് വേക്കൽ പള്ളിയിലാണ്. പ്രസംഗിച്ച് ഞാൻ മരണത്തെ കുറിച്ച് പറയാം. കബറും കഫത്തോണി പറഞ്ഞാലേ കായ് വിട്ടുപോയി. അങ്ങനെ പ്രസംഗം ചൂട് പിടിച്ചു. അന്നെ മീശ പൊടിച്ചിട്ടില്ല. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു മണിയായി. അപ്പൊ പെട്ടെന്നൊരു ശബ്ദം, ആളുകളുടെ ഇടയിൽ ആരോ പറഞ്ഞു പള്ളിയുടെ പ്രസിഡന്റാണ്. ഞാൻ പറഞ്ഞു ഇത് എന്തൊരു മനുഷ്യനാണ്. ഞാൻ പേടിച്ച് പറച്ചവിടെ ഇരുന്നു കഴിഞ്ഞപ്പോ എനിക്ക് ആ മനുഷ്യനോട് ഭയങ്കര ദേഷ്യം തോന്നി. ഇവിടെ എന്തൊരു അഹങ്കാരി, പ്രസംഗിച്ചോണ്ടിരിക്കുന്നു, എല്ലാരും നിസ്കാരം കഴിഞ്ഞിറങ്ങിയിട്ടു ആ മനുഷ്യൻ തന്നെ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് എല്ലാവരോടും പറഞ്ഞു, ഇത് കോയ ഉസ്താദിന്റെ പള്ളിയിൽ നിന്ന് വന്ന കുട്ടികളാണ്, എല്ലാവരും പൈസ കൊടുക്കുക. പൈസയൊക്കെ വാങ്ങിച്ചു തന്നു. നേരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം തന്നതിന് ശേഷം 2000 രൂപ എടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറഞ്ഞു. ഉങ്കുടി മാനേജരാണ്. അപ്പൊ ഞാൻ ആളുകളോട് ചോദിച്ചു, ആരാ ആളെ മക്കളാണ് എന്നോട്. ഏതായാലും 18 വർഷം മുമ്പ് ആ മനുഷ്യൻ എന്ന 2000 രൂപയുടെ പ്രതിഫലം അദ്ദേഹം മണ്ണിൽ കിടക്കുമ്പോൾ ഇത്രയും പേര് ആമീൻ പറഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനെ ഞാൻ വേക്കൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഇതാരും അറിയാത്ത ഞങ്ങൾ മാത്രം അറിയുന്ന സീക്രട്ട്. അദ്ദേഹം മരിച്ചു പോയി ജീവിച്ചിരിക്കുന്ന ആൾ ഞങ്ങളുള്ളൂ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എന്നാൽ ഈ മനുഷ്യ പിശാചിനെതിരെ അതുകൊണ്ട് ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർ മരിക്കുന്ന സമയത്ത് പറയാൻ പറ്റൂല. എന്നാൽ അതേ സമയത്ത് മനുഷ്യ പിശാചിനെതിരെ പടനയിച്ച ആളാണ്, പോരാട്ടം നടത്തിയ ആളാണ് കരീമുല്ലാഹി മൂസ. എങ്ങനെ മരിച്ചത്? കരീമുല്ലാഹി മൂസാ നബിയുടെ അടുക്കലേക്ക് റൂഹ് പിടിക്കാൻ ഇസ്രായേലിനെ പറഞ്ഞു വിട്ടു. ഇസ്രായേൽ വന്നിട്ട് പറഞ്ഞു, കരീമുല്ലാഹി മൂസാ, നിന്റെ റൂഹ് പിടിക്കാൻ എന്നെ പറഞ്ഞു വിട്ടടാ. വരുന്നു മൂസാ നബി വരട്ടെ കൈയെടുത്തിട്ട് ഇസ്രായേലിന്റെ കരണ താങ്ങിടിച്ചു. ഇസ്രായേലിന്റെ കണ്ണു പൊട്ടിപ്പോയി. ഇസ്രായേൽ റൂഹ് പിടിക്കാൻ വന്നു, ഒറ്റ അടി മൂസാ നബി ഇസ്രായേലിന്റെ കണ്ണു പൊട്ടിപ്പോയി. ഇത് കെട്ടുകടയിൽ അഹ്മദ് കബീർ പച്ച കിതാബ് നോക്കിയിട്ട് പറയുന്നതല്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസാ. അസ്രായീൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കലെത്തി, അല്ലാഹുവേ, മരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളുടെ റൂഹ് പിടിക്കാൻ എന്നെ എന്തിനു നീ പറഞ്ഞു വിട്ടു അല്ലാഹ്? നിന്റെ മൂസയെ അടിച്ചെന്റെ കണ്ണു പൊട്ടിച്ചു അസ്രായീൽ. കേൾക്കേണ്ട സംഭവമല്ലേ. അസ്രായീൽ വന്ന അങ്ങനെയല്ല. എന്താ ഞാനൊരു മറുപടി പറഞ്ഞില്ല, പറഞ്ഞ ശരിയാവില്ല. ഇന്നോ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് പറഞ്ഞു, അല്ലാഹുവേ, ഇനി ചിരിക്കാൻ സമയമില്ല, വിഷയം. അല്ലാഹുവേ, മരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളെടുത്ത് എന്നെ എന്തിനു പറഞ്ഞു വിട്ടു അല്ലാഹു? അടിച്ചിട്ട് എന്റെ കണ്ണു പൊട്ടിട്ടു. അല്ലാഹ് പറഞ്ഞു, അസ്രായീലേ, ഇത് കെട്ടുകഥയില്ല. റവാഹുൽ ബുഖാരി.
ഇസ്രായേലേ, എന്റെ മൂസ അല്പം ദേഷ്യക്കാരനാണ്. മൂസായോട് പോയൊരു കാര്യം പറയും, ഇച്ചിരി മാന്യമായിട്ട് തന്മയത്വത്തോടെ പറയണം. ഇല്ല, എന്റെ മൂസ ഇങ്ങനെയൊക്കെ പറയും. എന്റെ മൂസയാണ് ഒറ്റയടിക്ക് ഒരാളെ കൊന്ന ആളാണ് എന്റെ മൂസ. വക്കസഹു മൂസ ഫഖല്ലാഹി. ഒറ്റയടിക്ക് ഒരാളെ കൊന്ന ആളാണ് എന്റെ മൂസ. അപ്പൊ മൂസയോട് പറയുമ്പോ ഒറ്റയടിക്ക് ഒരാളെ കൊന്ന ഒരാൾ ഇന്ത്യയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ ആഴ്ച മംഗളം വായിച്ചാൽ മതി. ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ നവജോത് സിംഗ് സിദ്ധു. വായനയുടെ ലോകം വിശാലമാണ്. എന്റെ വായനയുടെ ലോകം വിശാലമാണ്. വായിക്കണം. അത് മുത്തല്യങ്ങളോട് ഞാൻ പറയുന്നത് ഉപദേശിക്കുകയല്ല. ഇനി നമ്മൾ കാലഘട്ടത്തോട് പ്രബോധനം നടത്തേണ്ടത്. വായിക്കണം, നന്നായി വായിക്കണം. അള്ളാഹു ബോധം തരട്ടെ. ഞാൻ നല്ല മഴയുള്ള സമയത്ത് എന്റെ വീടിന് മുമ്പിൽ ഒരു ചായക്കടയാണ്, നമ്മുടെ സുബേറിന്റെ ചായക്കട. ഡ്രൈവർമാരെ പറഞ്ഞിട്ട് വൈകുന്നേരം നല്ല കട്ടൻ ചായയും പരിപ്പോടയും നല്ല കോമ്പിനേഷൻ. ഡ്രൈവർമാർ വാങ്ങിച്ചുകൊണ്ട് വരും. പക്ഷെ പരിപ്പോട തിന്നുന്നതിനൊക്കെ പൊതിഞ്ഞ പേപ്പർ വായിച്ചിട്ടേ ഞാൻ പരിപ്പോട തിന്നത്തുള്ളൂ. ചിലപ്പോൾ എനിക്ക് വാങ്ങി വരാൻ എന്തെങ്കിലും ആ പഴയ പേപ്പറിൽ വായിക്കണം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞിന്റെ ഭാഷ എങ്ങനെയായാലും വായിച്ചാലും യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ വായന. മൂസ അടിച്ചു, ഒറ്റയടിക്ക് ഒരാളെ കൊന്ന ആളാണ് മൂസ. അതുകൊണ്ട് സാവധാനത്തിൽ പോയി പറയും. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു വന്നു. അല്ലാഹുവോട് പറഞ്ഞു, മൂസാ നബിയോട് പറഞ്ഞു, മൂസാ, അല്ലാഹ് എന്നെ പറഞ്ഞു വിട്ടതാണ്, നീ സമ്മതിക്കുമെങ്കിൽ നിന്റെ റൂഹ് പിടിക്കാം. മൂസാ നബി പറഞ്ഞു, റൂഹ് പിടിച്ചോ, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ എനിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് പോകണം. അവിടെ വെച്ച് എന്റെ റൂഹ് പിടിക്കാം. അസ്രായീൽ, എനിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് പോകണം. മരിക്കുന്ന ഒറ്റ ആഗ്രഹമുള്ള മൂസാ നബിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് പോകണം. മൂസാ നബി നടന്നു. ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്ന വഴിക്കാണ് കരീമുല്ലാഹി മൂസാ നബിയുടെ ഖബർ. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു പോകാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു പോകാൻ തൗഫീഖ് നൽകട്ടെ. എന്താ മൂസാ നബി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്ന ഭാഗത്ത് തന്നെ എനിക്ക് മരിച്ച് ഖബറടക്കണമെന്ന് പറയാൻ കാരണം അറിയില്ല. എന്റെ ഒരു പ്രശ്നം, ഞാൻ ഒരു വിഷയം പറയാൻ നീട്ടി പരത്തി വിശാലമായിട്ട് പറയാം. പറയാതെ പോയാൽ മനസ്സിനൊരു തെളിവെടുക്കും. എന്താണെന്നറിയില്ല. മൂസാ നബിക്കറിയാം അതിനെയാണ് വരാനിരിക്കുന്നത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. അവസാനം വരുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുവഴിയാണ് മിഅ്റാജിന് പോകുന്നതെന്നാൽ ഇത് മൂസാ നബിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. പോകുന്ന വഴിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആ കിട്ടാനാണ് മൂസാ നബി അവിടെ പോയി വഫാത്തായത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, പോയ വഴിക്ക് ഞാൻ അവിടെ ഇറങ്ങി. റഅയ്തു മൂസാ മുസല്ലിയൻ ഫീ ഖബരിഹി. ആ സമയത്ത് മൂസാ നബി ഖബറിന്റെ ഉള്ളിൽ കൈകെട്ടി നിസ്കരിക്കുകയാ. ഭയങ്കര ഇസ്ലാമിന്റെ ചരിത്രം. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തെത്തി. അവിടെ എത്തുമ്പോൾ കുറെ ആളുകൾ അവിടെ ഖബർ കുഴിച്ചു കൊണ്ടിരിക്കുകയാ. ആളുകളെ പരിചയമില്ല, ഇതേവരെ പരിചയമില്ലാത്ത മുഖമാ. മൂസാ നബി ചോദിച്ചത്രേ, ലിമൻ ഹാദൽ ഖബർ, ആർക്ക് വേണ്ടിയാണ് ഈ ഖബർ നിങ്ങൾ കുഴിക്കുന്നത്? ആ സമയത്ത് അവര് പറഞ്ഞു, അല്ലാഹുവിന്റെ അടുക്കൽ മാന്യനായ പുരുഷന് വേണ്ടിയാ. അല്ലാഹുവിന്റെ അടുക്കൽ മാന്യനായ പുരുഷന് വേണ്ടിയാണ് ഞങ്ങളിത് കുഴിക്കുന്നതെന്ന് പറഞ്ഞു. ആരാ കുടിക്കുന്നത്? മനുഷ്യരല്ല, അല്ലാഹുവിന്റെ മലക്കുകളാണ് ഖബർ കുഴിക്കുന്നത്. ആ മലക്കുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ അടുക്കൽ മാന്യനായ ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരന് വേണ്ടിയാണ് ഖബർ കുഴിക്കുന്നത്. മൂസാ നബി ആ ഖബറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നീണ്ടു നിവർന്ന് കിടന്നു നോക്കി. ആ സമയത്ത് സ്വർഗത്തിന്റെ പരിമളം കണ്ടു മൂസാ. സ്വർഗത്തിന്റെ വിരിപ്പാറടി മണ്ണിന്റെ ഉള്ളിൽ കണ്ടു മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ഖബറിൽ മറന്നു കിടക്കുമ്പോ ആ സമയത്ത് അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിച്ചു. പിന്നീട് നടന്നത് ചരിത്രമാണ്. മൂസാ നബിയുടെ മയ്യത്ത് കുളിപ്പിച്ചത് മനുഷ്യരല്ല, മലായികത്തുല്ലാഹ്. മൂസാ നബിയുടെ കഫം പൊതി തുണിഞ്ഞത് മലായികത്തുല്ലാഹ്. മൂസാ നബിയുടെ മയ്യത്ത് നിസ്കരിച്ചത് മലായികത്തുകളോ. പണ്ട് ചെറുപ്പക്കാരാ, അഭിനവരാഗ ലോകത്തിന്റെ പേക്കൂട്ടുകളോട് രാജിയാവാതെ
കാലഘട്ടത്തിന്റെ കാലച്ചുവരെ കണ്ടെറിഞ്ഞ് കാലഘട്ടത്തിന്റെ കനലുകളെ പോലെ കാലിടുമ്പിനേക്കാൾ കരുതലുള്ള കാലത്തിന്റെ കാവലാളുകളാകാൻ ഫിറൗനെതിരെ പൊരുതിയ മൂസാ നബിയാണ്. പിന്നെ മയ്യത്ത് നിസ്കരിച്ചതും മലക്കുകളാ. പറ്റുമോ നമുക്ക്? കഫം പൊതിഞ്ഞതോ മലക്ക്, കുളിപ്പിച്ചതും മലക്ക്. അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ ശത്രു മനുഷ്യ പിശാച്. പോരാടിയാൽ ഏറ്റവും നല്ല മരണം കിട്ടും. ഇനി എത്ര വേണം പറയാം? ഉദാഹരണം അവസാനത്തെ പറയാം. അവസാനത്തെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മറുഭാഗത്ത് മനുഷ്യ പിശാചാരാ, മറുഭാഗത്ത് മനുഷ്യ പിശാചാരാ. അബൂജഹൽ. അബൂജഹൽ ബദറിന്റെ പൊട്ടക്കണത്തിൽ പുഴു നാറിയിട്ട് ചത്തുപോയി അബൂജഹൽ. അല്ലേ? അങ്ങനെയല്ലേ? ആയത്തുണ്ടല്ലോ. അബൂജഹലിനോട് അള്ളാഹ് പറഞ്ഞല്ലോ, നിന്നെ കൈകാര്യം ആയത്താണ്. നോക്കാതെ ഉള്ള വാദം. ഇന്നലെ വാദം കഴിഞ്ഞ് വീട്ടിൽ എത്താൻ രാവിലെ 7 മണിക്ക് കൈതോടെ എഴുന്നേറ്റോട് അർദ്ധഹാലിലാണ്. ഉറക്ക ചെലവിൽ എവിടെ എത്തിയത്? ഒരു ബിസ്ക്കറ്റിൽ നിന്ന് ഉറങ്ങിപ്പോ നോക്കാൻ പറ്റില്ല. എന്താ നിന്റെ തമ്മാടിത്തര നിർത്തിയില്ലെങ്കിൽ, നിന്റെ ഈ തമ്മാടിത്തര നിർത്തിയില്ലെങ്കിൽ നിന്റെ മൂക്കിനിന്റെ ഈ കുടുമയിൽ പിടിച്ചിട്ട് നിന്നെ ഞാൻ വലിച്ചെറിയും അബൂജഹലേ. നിന്റെ ഈ മുടിക്കെട്ടിൽ പിടിച്ചിട്ട് ഞാൻ വലിച്ചെറിയൂടാ. വലിച്ചെറിഞ്ഞില്ലേ ബദറിന്റെ പൊട്ടക്കിണറ്റിൽ ഹബീബായ മുത്ത് ഈ തലമുടിയിൽ പിടിച്ചിട്ട് അബൂജഹലിനെ പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞപ്പോ ഈ ആയത്തോടെ പറഞ്ഞില്ല അബൂജഹലെ നിർത്താൻ. നിർത്തിക്കൂടെ സഹോദരങ്ങളെ? ഈ ആഭാസങ്ങൾ, ഈ ഹറാം, ഈ പലിശ, ഈ മദ്യം, ഈ അള്ളാഹ് കിട്ടപ്പെടാത്ത ജീവിതം എല്ലാം എന്തായി? ഒന്നുകിൽ നിർത്തിയില്ലെങ്കിൽ എന്റെ കുടുമയിൽ പിടിച്ചിട്ട് ഞാൻ വലിച്ചു. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മനുഷ്യ പിശാചുകൾക്കെതിരെ പോരാടുക ഏറ്റവും നല്ല മരണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ഞാൻ നീട്ടുന്നില്ല. ഇനി മൂന്നാമത്തെ ശത്രുവിനെ കൂടി പറഞ്ഞ് നമുക്ക് തിരിയാം. മൂന്നാമത്തെ ശത്രു ആരാ? മൂന്നാമത്തെ ശത്രു ആരാ? ഒന്ന് മനുഷ്യന്റെ പിശാച്, മറ്റ് ജിന്നുകളുടെ പിശാച്. ജിന്നുകളുടെ പിശാച് ആരാ? ഇബ്ലീസ്. ഇബ്ലീസ് ജിന്നുകളുടെതാണ്. പെട്ടെന്ന് നമുക്ക് തിരിയാം. അവരെ പോലല്ലോ ഇടയ്ക്ക് തീർന്നിട്ടല്ലേ പോളൂ. എന്നാ ആയുധം പറഞ്ഞു. ഇവർക്കതിനെ പോരാടാൻ ആയുധം വേണ്ട. അല്ല, ശത്രു നമ്മളെ കൊല്ലാൻ വേണ്ടി അള്ളാഹ് 30 ദിവസമാണ് ഞാൻ സുല്ലിട്ടു എന്ന് പറഞ്ഞ കാര്യം. അള്ളാഹ് 30 ദിവസമാണ് ഞാൻ ഇല്ല, ഞാൻ സുല്ലിട്ടു. പറ്റൂല. ആയുധം വേണ്ട പോരാടാൻ. എന്താ ആയുധം? ആയുധം അള്ളാഹ് തന്നെ പറയുന്നു. അതിന്റെ ജീവിതത്തിൽ മൂന്നാമത്തെ പിശാച് അല്ലേ? പിശാച് ആദം നബിയെയും ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ആദം നബി എവിടെ ഇറങ്ങി? ആദം നബി നിലമേല് വെച്ച് പറഞ്ഞപ്പോ ആദം നബി പിന്നെ ആദം നബി പിന്നെ മംഗളിയാനി കയറി ചന്ദ്രനിൽ പോയി. ആദം നബി ഭൂമിയിൽ ഇറങ്ങി ആർക്കറിയാൻ പാടില്ല. ആദം നബി ഭൂമിയിൽ ഇറങ്ങി. ആദം നബി ഭൂമിയിൽ ഇറങ്ങി. ഹവ്വാ ബീവി ജിദ്ദയല്ല ജദ്ദയാണ്. ആരും മലയാളികൾ കസറിട്ടത് ജിദ്ദയല്ല ജദ്ദ. വെല്ലുമ്മ. അപ്പൊ അറബികൾ വെല്ലുമ്മയുടെ ആളുകളും